ഇന്ത്യൻ വ്യോമസേനയിൽ സേവനത്തിലുള്ള 4+ തലമുറ യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. നിലവിൽ 259 സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ വ്യോമസേന പ്രവർത്തിപ്പിച്ചു പോരുന്നു. തുടക്കത്തിൽ 272 യുദ്ധവിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും 12 എയർഫ്രെയിമുകൾ തകർന്നു വീണിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി അറിയപ്പെടുന്ന സുഖോയ് 30 MKI പറ്റി ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് നോക്കാൻ ശ്രമിക്കാം. 1996 നവംബർ 30 ഇന്ത്യ റഷ്യയുമായി 40 സുഖോയ് 30K വിമാനങ്ങൾക്കായി ആദ്യമായി കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം 4 ഘട്ടങ്ങളിലായാണ് ഈ ഇനിഷ്യൽ വിമാനങ്ങൾ റഷ്യ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത്. ആദ്യ ബാച്ചിൽ 1997 വിതരണം ചെയ്യേണ്ട 8 വിമാനങ്ങൾ അടങ്ങിയിരുന്നു. ആദ്യ ബാച്ചിലെത്തുന്ന ഈ വിമാനങ്ങൾ സാധാരണ സുഖോയ് 30 വിമാനങ്ങളായിരുന്നു എന്നതുകൂടാതെ ഇവയിൽ മിക്ക റഷ്യൻ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. പൂനെയിലെ ലെഹേഗാവ് എയർഫോഴ്സ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നമ്പർ 24 സ്ക്വാഡ്രോൺ ദി ഹോക്സ് ആണ് പുതിയ സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ച ആദ്യത്തെ സ്ക്വാഡ്രോൺ. 8 വിമാനങ്ങളുള്ള രണ്ടാമത്തെ ബാച്ച് 1998 ഡെലിവർ ചെയ്തു. ഇതിൽ ഫ്രാൻസിൽ നിന്നുമുള്ള സെക്സന്റ് ഏവിയോണിക്സുകൾ, ലിക്വിഡ് ക്രിസ്റ്റൽ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകൾ, ഒരു പുതിയ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, ഒരു ഡ്യുവൽ റിംഗ് ലേസർ ഗൈറോ INS വിത്ത് എംബഡഡ് GPS, ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, ഒരു പുതിയ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് സിസ്റ്റം, ഒരു റഡാർ മുന്നറിയിപ്പ് റിസീവർ എന്നിവ അടങ്ങിയിരുന്നു. മൂന്നാമത്തെ ബാച്ചിന്റെ ഭാഗമായി കനാഡ് സവിശേഷതകളുള്ള 12 വിമാനങ്ങൾ 1999 വിതരണം ചെയ്തു. അവസാനത്തെ 12 വിമാനങ്ങളുടെ 2000 ഡെലിവർ ചെയ്യപ്പെട്ട ബാച്ച് AL-31FP എഞ്ചിനുകളുള്ളവയായിരുന്നു. തുടർന്ന് 1998 സെപ്റ്റംബറിൽ രണ്ടാം കരാർ ഉണ്ടാക്കുകയും അതിൻ പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സ് 10 അധിക സുഖോയ് 30 വിമാനങ്ങൾ $277 ദശലക്ഷം വാങ്ങാൻ തീരുമാനിച്ചു. ഇതുവഴി മൊത്തം എണ്ണം വർദ്ധിപ്പിച്ച് സുഖോയ് 30 വിമാനങ്ങളുടെ എണ്ണം 50 ആക്കി മാറ്റി. തുടർന്ന് 140 സുഖോയ് 30 MKIകളുടെ ലൈസൻസ് ഉള്ള ഉൽപാദനം അനുവദിക്കുന്നതിനുള്ള ഒരു ധാരണാപത്രം ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചു. അങ്ങനെ 2000 ഡിസംബറിൽ ലൈസൻസ് ഉൽപാദനവും സമ്പൂർണ്ണ സാങ്കേതിക കൈമാറ്റവും അടങ്ങിയിട്ടുള്ള കരാർ അന്തിമമായി. ഈ ക്രമീകരണത്തിന്റെ ഭാഗമായി 920 AL-31FP എഞ്ചിനുകൾ നിർമ്മിക്കാൻ HAL കോരാപ്പൂട്ട് നിയോഗിക്കപ്പെടുകയും മെയിൻ ഫ്രെയിമും മറ്റ് ഘടകങ്ങളും HALന്റെ ലക്നൌ, ഹൈദരാബാദ് ഡിവിഷനുകളിൽ നിർമ്മിക്കുകയും ചെയ്തു പോരുന്നു. വിമാനങ്ങളുടെ സംയോജനത്തിന്റെയും പരീക്ഷണ പറക്കലിന്റെയും അവസാന ഘട്ടങ്ങൾ HALന്റെ ഓസ്ഹാർ ഡിവിഷനിൽ നടത്തുകയും ചെയ്തു പോരുന്നു. സുഖോയ് 30K വിമാനങ്ങളെ MKI വേരിയന്റിലേക്ക് മാറ്റാനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് കീഴിൽ നിലവിലുള്ള സുഖോയ് 30Kയുടെ എയർഫ്രെയിമിന്റെ കോഡ് നാമമായ കോഡ് 56 പരിഷ്കരിക്കുകയും പരിഷ്കരിച്ച വിമാനം T-10 PMK എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 1997 ജൂലൈ 1 ഇന്ത്യക്കായുള്ള സുഖോയ് വിമാനം അതിന്റെ ആദ്യ പറക്കൽ നടത്തുകയും ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് 1998 വരെ തുടർന്നു പോരുകയും ചെയ്തു. സമാന്തരമായി മറ്റൊരു സുഖോയ് 30 വിമാനം പരിഷ്കരിക്കുകയും കോഡ് 6 ബ്ലൂ എന്ന കോഡ് നാമം നൽകുകയും ഫ്ലൈറ്റ് ടെസ്റ്റിംഗിനായി ഉപയോഗിക്കുകയും ചെയ്തു. 1998 ഓഗസ്റ്റ് 16 പരിഷ്കരിച്ച വിമാനം ബാംഗ്ലൂർ എയർ ഷോയിൽ അരങ്ങേറ്റം കുറിച്ചുവെങ്കിലും അടുത്ത വർഷം 1999 ജൂൺ 12 പാരീസ് എയർ ഷോയിൽ റിഹേഴ്സലിനിടെ വിമാനം തകർന്നു വീണു. തുടർന്ന് പൈലറ്റിന്റെ പിഴവാണ് തകരാൻ കാരണമെന്ന് തിരിച്ചറിഞ്ഞതിനാൽ ഈ പ്രശ്നം ഇടപാടിനെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല, സുഖോയ് 30K വിമാനങ്ങൾ 2 ഘട്ടങ്ങളിലായാണ് MKIയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടത്തിൽ വിമാനത്തിൽ കനാഡുകൾ, ഏവിയോണിക്സ് എന്നിവയുടെ സംയോജനം, ഫ്രണ്ട് ലാൻഡിംഗ് ഗിയറിലെ മാറ്റങ്ങൾ, സുഖോയ് 30Kയുടെ ലാൻഡിംഗ് ഗിയറിൽ സിംഗിൾ വീലിന് പകരം 2 വീലുകൾ എന്നീ മാറ്റങ്ങൾ വരുത്തി. രണ്ടാം ഘട്ടത്തിൽ AL-31FP എഞ്ചിൻ സംയോജിപ്പിക്കുകയും അതോടൊപ്പം പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് സുഖോയ് 30 MKIയിൽ ഫസാട്രോൺ N011 ബാഴ്സർ റഡാറും OLS-30 IRST സെൻസറുകളും സംയോജിപ്പിച്ചു. എല്ലാ നവീകരണങ്ങളുമുള്ള പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് MKI വേരിയന്റ് 05 ബ്ലൂ എന്നറിയപ്പെടുകയും 2000 നവംബർ 26 അതിന്റെ ആദ്യ പറക്കൽ നടത്തുകയും ചെയ്തു. സുഖോയ് 30 MKI റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കസ്റ്റമർ ഫർണിഷ്ഡ് എക്യുപ്മെന്റുകൾ മാത്രമല്ല ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഏവിയോണിക്സിന്റെ ഒരു പ്രധാന ഭാഗവും ഉൾക്കൊള്ളുന്നു. HAL, ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ വെട്രിവാല എന്ന പ്രോജക്ട് നാമത്തിൽ ഈ തദ്ദേശീയ സംഭാവന അറിയപ്പെടുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഡിഫൻസ് ഏവിയോണിക്സ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച ഘടകങ്ങളിൽ മിഷൻ കമ്പ്യൂട്ടർ, ഡിസ്പ്ലേ പ്രൊസസർ, റഡാർ കമ്പ്യൂട്ടർ, റഡാർ വാണിംഗ് റിസീവർ, സംയോജിത ആശയവിനിമയ ഉപകരണങ്ങൾ, റഡാർ അൾട്ടിമീറ്റർ, LRD വികസിപ്പിച്ച പ്രോഗ്രാമബിൾ സിഗ്നൽ പ്രൊസസർ, ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് ഓർഫോ സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സ്യൂട്ട് എന്നിവ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് സുഖോയ് 30 MKIയുടെ ഏവിയോണിക്സിനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി റഡാർ. എയർ ടു എയർ, എയർ ടു ലാൻഡ് മോഡുകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ബഹുമുഖ സംവിധാനമാണ് N011M റഡാർ. ഇത് ഉയർന്ന കൃത്യതയുള്ള ലേസർ ഇനേർഷ്യൽ GPS നാവിഗേഷൻ സിസ്റ്റവുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കുകയും ആന്റി ജാമിംഗ് കഴിവുകളോടുകൂടിയ അത്യാധുനിക ഡിജിറ്റൽ ആയുധ നിയന്ത്രണ സംവിധാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ലേസർ റേഞ്ച് ഫൈൻഡർ, IR ഡയറക്ഷൻ ഫൈൻഡർ, ഹെൽമെറ്റ് മൗണ്ടഡ് സൈറ്റ് സംവിധാനം എന്നിവയുൾപ്പെടെ വിപുലമായ ഒപ്റ്റോ ഇലക്ട്രോണിക് നിരീക്ഷണ ടാർഗറ്റ് ചെയ്യൽ സംവിധാനവും വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു.
ഹെൽമറ്റ് മൗണ്ടഡ് സൈറ്റ് സംവിധാനം ഉപയോഗിച്ച് പൈലറ്റുമാർക്ക് 90 ഡിഗ്രി വ്യൂ ഫീൽഡിനുള്ളിൽ തലതിരിക്കാനും ലക്ഷ്യങ്ങൾ ലോക്ക് ചെയ്യാനും മാരകമായ R-73 മിസൈൽ വിന്യസിക്കാനും കഴിയും. അതോടൊപ്പം ഈ റഡാറിൽ ഇലക്ട്രോണിക് സ്കാൻഡ് സ്ലോട്ട് പ്ലാനർ ആന്റിനയുമുണ്ട്. കൂടാതെ N011M റഡാർ ഒരു ഡിജിറ്റൽ മൾട്ടിമോഡ് ഡ്യുവൽ ഫ്രീക്വൻസി ബാൻഡ് റഡാർ ആയതിനാൽ സുഹൃത്തിനെയും ശത്രുവിനെയും തിരിച്ചറിയുന്നതിനുള്ള XL ബാൻഡുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഫസാട്രോൺ N011M ബാഷ് റഡാറിന് എയർ ടു എയർ മോഡിൽ 400 കിലോമീറ്ററിന്റെ സെർച്ച് റേഞ്ചും 200 കിലോമീറ്ററിന്റെ ട്രാക്ക് റേഞ്ചും ഉണ്ട് എന്നതുകൂടാതെ ഈ റഡാറിന് ഒരേ സമയം 4 ടാർഗറ്റുകളിൽ ഏർപ്പെടാൻ കഴിയും. ഈ റഡാറിന് കര നാവിക ലക്ഷ്യങ്ങൾ മാപ്പ് ചെയ്യാനും ഒരേ സമയം 2 ലക്ഷ്യങ്ങളിലേക്ക് വരെ ടാർഗറ്റ് നിലനിർത്താനും കഴിയും. ടാങ്കുകൾ പോലെയുള്ള ഗ്രൗണ്ട് ടാർഗറ്റുകൾക്കെതിരെ ഇവയുടെ ട്രാക്കിംഗ് റേഞ്ച് 40 മുതൽ 50 കിലോമീറ്റർ ആണെങ്കിൽ ഡിസ്ട്രോയറുകൾ പോലെയുള്ള നാവിക ലക്ഷ്യങ്ങൾക്കെതിരെ ഇത് 80 മുതൽ 120 കിലോമീറ്റർ വരെ നീളുന്നു. രണ്ടാമതായി സെൽഫ് പ്രൊട്ടക്ഷൻ സ്യൂട്ട്. ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിൽ DRDO തരംഗ് റഡാർ വാണിംഗ് റിസീവർ, ELTA EL-M 822 ഇലക്ട്രോണിക് വാർഫെയർ പോഡ്, ഒരു X-ഗാർഡ് ടൗഡ് ഡീകോയ് എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റവും ലേസർ വാണിംഗ് സിസ്റ്റവും ഈ വിമാനത്തിനില്ല എന്നതൊരു പോരായ്മയായി കണക്കാക്കപ്പെടുന്നു. സുരക്ഷിതമായ ആശയവിനിമയത്തിനായി ബീനെറ്റ് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോയ്ക്കൊപ്പം വിമാനത്തിൽ ഇസ്രായേലി ലൈറ്റനിംഗ് ബോർഡും സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് വായുവിൽ നിന്നും കരയിലേക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ലക്ഷ്യങ്ങളുടെ ഉയർന്ന ക്ലാരിറ്റിയുള്ള ഇന്റലിജൻസ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ക്ലാരിറ്റിയുള്ള ദൃശ്യപരവും ഇൻഫ്രാറെഡ് നിരീക്ഷണ ചിത്രങ്ങളും ടാർഗറ്റ് ഏരിയയിൽ ഗണ്യമായ ദൂരത്തിൽ നിന്നും പകർത്തുന്നതിന് കോണ്ടോർ 2 ലോങ് റേഞ്ച് ഒബ്ലിക് ഫോട്ടോഗ്രാഫി സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ പോലും ഉയർന്ന റെസൊല്യൂഷനിൽ മണിക്കൂറിൽ 10,000 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ദൂരം കവർ ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും. മൂന്നാമതായി കോക്പിറ്റ്. സുഖോയ് 30MKയുടെ കോക്പിറ്റ് തേൽസിൽ നിന്നുമുള്ള ഘടകങ്ങളെ വിപുലമായി സമന്വയിപ്പിക്കുന്നു. 5 MFD-55കളും ഒരു MFD-66ഉം ഉൾപ്പെടുന്ന മൊത്തം 6 LCDകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കമാൻഡുകൾ സ്വീകരിക്കുന്നതിനുമായി LCDകൾ സമർപ്പിച്ചിരിക്കുന്നു. ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളുടെ സുപ്രധാന വിവരങ്ങൾ ഇവയിലെ 4 LCD ഡിസ്പ്ലേകളിൽ അവതരിപ്പിക്കുന്നു. മറ്റ് 2 ഓപ്പറേറ്റിംഗ് മോഡുകൾ ഉൾപ്പെടെ മൊത്തത്തിലുള്ള പ്രവർത്തന നിലയും സിസ്റ്റം വിവരങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനത്തിന് രാവും പകലും എല്ലാ കാലാവസ്ഥയിലും പറക്കാൻ കഴിയും. നാവിഗേഷൻ സ്യൂട്ടിൽ ഹ്രസ്വവും ദീർഘദൂരവുമായ റേഡിയോ നാവിഗേഷൻ സംവിധാനങ്ങളും സഹിതമുള്ള തെയിൽസ് ടോട്ടം ഇനേർഷ്യൽ ഡയറക്ഷണൽ സിസ്റ്റവും ഉൾപ്പെടുന്നു. ഇതോടൊപ്പം ഉയർന്ന G ഫോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനായി 30 ഡിഗ്രി പിന്നിലേക്ക് ചെരിവുള്ള K-36DM സീറോ ഇഞ്ചക്ഷൻ സീറ്റും വിമാനത്തിലുണ്ട്. നാലാമതായി എഞ്ചിൻ. വിമാനത്തിന്റെ AL-31FP ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിൻ 76 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും 122 കിലോ ന്യൂട്ടൺ ആഫ്റ്റർ ബേണർ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയുടെ ഓവർഹോളിനിടയിലുള്ള ശരാശരി സമയം 1000 മണിക്കൂറാണ് എന്നതുകൂടാതെ 3000 മണിക്കൂറിന്റെ മുഴുവൻ ആയുസുമുണ്ട്. എന്നാൽ ഈ ലൈഫ് സ്പാൻ പാശ്ചാത്യ എഞ്ചിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മോശമായി കണക്കാക്കി പോരുന്നു. ഇനി നമുക്ക് സുഖോയ് 30MKയുടെ എയർ ടു എയർ കഴിവുകളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കഴിവുകൾ. N011M ബാഷ് റഡാർ ഘടിപ്പിച്ച സുഖോയ് 30MKയ്ക്ക് 150 കിലോമീറ്റർ ട്രാക്കിംഗ് റേഞ്ച് ഉണ്ട് എന്നതുകൂടാതെ 15 ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും ഒരേ സമയം 4 ടാർഗറ്റുകളിൽ ഇടപഴകാനും കഴിയും. എന്നാൽ സുഖോയ് 30ക്ക് അതിന്റെ വലിപ്പം കാരണം ചില പോരായ്മകളുമുണ്ട്. അതായത് ഇതിന് വലിയ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ളതിനാൽ BVR പോരാട്ടങ്ങളിൽ ശത്രു വിമാനങ്ങൾക്ക് ഇവയെ പെട്ടെന്ന് കണ്ടെത്താനാകും. എന്നിരുന്നാലും സുഖോയ് 30MKയുടെ ശക്തമായ PSA റഡാറും സൂപ്പർ മാനുവറബിലിറ്റിയും ഇവയെ BVR പോരാട്ടത്തിൽ അതിശക്തമായ വിമാനമാക്കി മാറ്റുന്നു. സുഖോയ് 30MKയുടെ 12 ഹാർഡ് പോയിന്റുകളിലായി ഏതാണ്ട് 8 ടൺ പേലോഡ് വഹിക്കാനാകും. BVR കോമ്പാറ്റിനായി 120 കിലോമീറ്റർ പരിധിയുള്ള IR സീക്കറുമായി എത്തുന്ന R-27ER മിസൈലുകൾ, 110 കിലോമീറ്റർ പരിധിയുള്ള സെമി ആക്റ്റീവ് ഗൈഡൻസുമായി എത്തുന്ന R-77 മിസൈലുകൾ, 110 കിലോമീറ്റർ റേഞ്ചുമായി എത്തുന്ന അസ്ത്ര MK-1 മിസൈലുകൾ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്നു. രണ്ടാമതായി വിത്തിൻ വിഷ്വൽ റേഞ്ച് കഴിവുകൾ. വിത്തിൻ വിഷ്വൽ റേഞ്ച് കോമ്പാറ്റിൽ സുഖോയ് 30MK ഒരു വ്യത്യസ്ത വിമാനമായി കണക്കാക്കപ്പെടുന്നു. ഇവയുടെ സെക്കൻഡിലെ 25 ഡിഗ്രിയുടെ ഉയർന്ന സുസ്ഥിരമായ ടേൺ റേറ്റും 180 ഡിഗ്രിയുടെ ആംഗിൾ ഓഫ് അറ്റാക്കും 1.4ന്റെ ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോയും ഈ വിമാനത്തെ വിത്തിൻ വിഷ്വൽ റേഞ്ച് പോരാട്ടത്തിൽ എതിരാളികൾക്കെതിരെ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ഇവയുടെ വിത്തിൻ വിഷ്വൽ റേഞ്ച് ആയുധങ്ങളിൽ ±45 ഡിഗ്രി ഓഫ് ബോർ ശേഷിയുള്ള 30 കിലോമീറ്റർ ദൂരപരിധിയുള്ള R-77 ക്ലോസ് കോമ്പാറ്റ് മിസൈലുകളും ക്ലോസ് റേഞ്ച് പോരാട്ടത്തിന് 150 റൗണ്ടുകളുള്ള 30 mm ഗ്രാസേവ് ഷിപ്നോവ് ഗണ്ണും ഉൾപ്പെടുന്നു. അടുത്തതായി നമുക്ക് ഈ വിമാനത്തിന്റെ എയർ ടു സർഫസ് കഴിവുകളൊന്ന് വിശദമായി നോക്കാം. കരയിൽ ആക്രമണം നടത്താനുള്ള വിപുലമായ ആയുധങ്ങൾ സുഖോയ് 30MK വിമാനങ്ങൾക്ക് വഹിക്കാനാകും.
ഇവയിൽ 28 OFAB 250 കിലോഗ്രാം ബോംബ്, 32 OFAB 100 കിലോഗ്രാം ബോംബ്, 3 KAB 500 കിലോഗ്രാം ലേസർ ഗൈഡഡ് ബോംബ്, 3 KAB 1500 കിലോഗ്രാം ലേസർ ഗൈഡഡ് ബോംബ്, സ്പൈസ് 2000 ബോംബ്, DRDO SO-20 എയർഫീൽഡ് വിരുദ്ധായുധം, 4 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള റാംപേജ് മിസൈലുകൾ, 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള 3 KH-59 ആന്റി റേഡിയേഷൻ മിസൈലുകൾ, ഗ്രൗണ്ട് അറ്റാക്കിനുള്ള ഒരു ബ്രഹ്മോസ് മിസൈൽ, 150 മുതൽ 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള 6 രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് കപ്പൽ വിരുദ്ധ മിസൈലുമായി സംയോജിപ്പിച്ച സുഖോയ് 30 MK വിമാനങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനനിർണ്ണയത്തിനുള്ള ഒരു പ്രധാന സ്വത്തായി കണക്കാക്കപ്പെടുന്നു. തഞ്ചാവൂർ ആസ്ഥാനമായുള്ള നമ്പർ 222 സ്ക്വാഡ്രോണിലാണ് ബ്രഹ്മോസ് ഘടിപ്പിച്ച സുഖോയ് 30 MK വിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ വിശാലമായ സമുദ്രപ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു പോരുന്നു. വിസ്തൃതമായ ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്ര മേഖല, തന്ത്രപരമായി നിർണായകമായ മലാക്ക കടലിടുക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഈ വിമാനം ചൈനയേക്കാൾ ഇന്ത്യക്ക് കാര്യമായ നേട്ടം നൽകുന്നു. മലാക്ക കടലിടുക്കിലെ കടൽ ഗതാഗതം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, ചൈനീസ് നാവികസേനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കഴിവ് ഇന്ത്യക്ക് പ്രാദേശിക സുരക്ഷയിൽ തന്ത്രപരമായ മുൻതൂക്കം നൽകുകയും സമുദ്രമേഖലയിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കാനും പ്രതികരിക്കാനുമുള്ള അതിന്റെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആന്റി ഷിപ്പ് റോളിനായി 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള 3 KH-59ME ആന്റി ഷിപ്പ് മിസൈൽ, 130 കിലോമീറ്റർ ദൂരപരിധിയുള്ള 4 KH-35 ആന്റി ഷിപ്പ് മിസൈൽ, 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ബ്രഹ്മോസ് ആന്റി ഷിപ്പ് മിസൈൽ എന്നിവ ഇവയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. അമേരിക്കൻ നേവി ഒരു സമർപ്പിത ഇലക്ട്രോണിക് യുദ്ധ റോളിനായി ഗ്രൗളർ എന്നറിയപ്പെടുന്ന പരിഷ്കരിച്ച F-18 സൂപ്പർ ഹോർണറ്റ് ഉപയോഗിച്ചു പോരുന്നു. ഇതുകൂടാതെ ചൈനീസ് വ്യോമസേന തങ്ങളുടെ J-16 വിമാനം J-16D എന്നറിയപ്പെടുന്ന സമർപ്പിത ഇലക്ട്രോണിക് യുദ്ധത്തിനായി പരിഷ്കരിച്ചിട്ടുണ്ട്. സമർപ്പിത ഇലക്ട്രോണിക് വാർഫെയർ റോളിനായി സുഖോയ് 30 MK വിമാനങ്ങൾ പരിഷ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് HAL നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. തേജസിനെ ഈ റോളിലേക്ക് പരിവർത്തനം ചെയ്തതായി ചില വാർത്തകളുണ്ടായിരുന്നുവെങ്കിലും അതിന്റെ പരിമിതമായ ശ്രേണിയും പരിമിതമായ പേലോഡ് വഹിക്കാനുള്ള ശേഷിയും കാരണം HAL സുഖോയ് 30 MK ആണ് അനുയോജ്യമെന്ന് അഭിപ്രായപ്പെടുന്നു. ഇതിനു പുറമെ ഇന്ത്യൻ സുഖോയ് 30 MK വിമാനങ്ങൾ നവീകരിക്കാനുള്ള സൂപ്പർ സുഖോയ് അപ്ഗ്രേഡ് പ്രോഗ്രാമിനായി ഇന്ത്യ നിലവിൽ ശ്രമിച്ചു പോരുന്നു. ഈ അപ്ഗ്രേഡിൽ പ്രധാനമായും ഒരു പുതിയ റഡാർ വാർണിംഗ് റിസീവർ, പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട്, കോക്പിറ്റ് നവീകരണം, ഏറ്റവും പ്രധാനപ്പെട്ട റഡാർ അപ്ഗ്രേഡ് എന്നിങ്ങനെയുള്ള ഏവിയോണിക് സ്യൂട്ടിന്റെ നവീകരണം ഉൾപ്പെടുന്നു. ഈ പ്രോഗ്രാമിന് കീഴിൽ സുഖോയ് 30 MKയിൽ വിരൂപാക്ഷ റഡാർ എന്ന് വിളിക്കപ്പെടുന്ന ഗാലിയം നൈട്രൈഡ് ബേസ് AES റഡാർ, ധൃതി DR-118 റഡാർ മുന്നറിയിപ്പ് റിസീവർ, ഡുവൽ കളർ മിസൈൽ അപ്രോച്ച് വാർണിംഗ് സംവിധാനം, അടുത്ത തലമുറ IRST സെൻസർ, കോക്പിറ്റ് നവീകരണത്തിൽ വൈഡ് ഏരിയ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ, പുതിയ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഡിജിറ്റൽ മാപ്പ് ജനറേറ്റർ എന്നിവയും ഒരു പുതിയ ശക്തമായ മിഷൻ കമ്പ്യൂട്ടർ എന്നിവയും ഉൾപ്പെടുന്നു. നവീകരണത്തിൽ പുതിയ ആയുധ സംയോജനവും ഉൾപ്പെടുന്നുവെങ്കിലും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പുതിയ ആയുധങ്ങൾക്കുമുള്ള പരീക്ഷണ ബെഡ് വിമാനമാണ് സുഖോയ് 30 MK എന്നതുകൊണ്ട് ഈ പുതിയ ആയുധങ്ങളുടെ സംയോജനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയായി കണക്കാക്കി പോരുന്നു. റഷ്യ നിർദ്ദേശിച്ച നവീകരണത്തിന് കീഴിൽ സുഖോയ് 35 ഉപയോഗിക്കുന്ന AL-41FP എഞ്ചിൻ സുഖോയ് 30 MKയുമായി സംയോജിപ്പിക്കേണ്ടതായിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇവ വൈകിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. അവസാനമായി സുഖോയ് 30 MK വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലീറ്റിന്റെ നട്ടെല്ലായി തുടർന്നു പോരുന്നു. നിലവിൽ ഓർഡർ ചെയ്ത 12 വിമാനങ്ങൾ കൂടി എത്തിയാൽ സർവീസ് നടത്തുന്ന മൊത്തം വിമാനങ്ങളുടെ എണ്ണം വീണ്ടും 272 ഉയരും. ഈ വിമാനങ്ങൾ 2045 വരെ സർവീസ് നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിനാൽ സുഖോയ് 30 MK വിമാനങ്ങൾ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷിയിൽ അവയുടെ പ്രധാന പങ്ക് അടിവരയിടുന്നു. ഇത് സാങ്കേതികമായി വികസിക്കുന്നുവെന്നും നമ്മുടെ വടക്കൻ പടിഞ്ഞാറൻ അയൽ രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ പ്രാപ്തമാണെന്നും ഉറപ്പാക്കാൻ കാലാകാലങ്ങളിൽ സമഗ്രമായ നവീകരണം ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.